വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നിർണായകമായത് RSS ഇടപെടലെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെയും RSS നേതാക്കളുടെയും യോഗത്തിലാണ് രാജി നൽകാൻ ധാരണയായത്. ധർമ്മേന്ദ്ര പ്രധാന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് BJPയുടെ നീക്കം. വകുപ്പുകളിൽ ജാഗ്രത വേണമെന്ന് മന്ത്രിമാർക്ക് BJP നിർദ്ദേശം നൽകും. RSSന് പ്രിയപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടതില്ല എന്നായിരുന്നു ആദ്യ നിലപാട്. വ്യാഴാഴ്ച ചേർന്ന RSS പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ തീരുമാനം മാറി. RSS സർക്കാര്യവാഹക് ദത്താത്രേയ ഹൊസബല്ലയുടെ നേതൃത്വത്തിൽ 5 RSS നേതാക്കളാണ് യോഗത്തിനെത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം അമിത്ഷായും JP നദ്ദയും ജിതേന്ദ്ര സിംഗും ചർച്ചയിൽ പങ്കെടുത്തു. തിങ്കൾ വരെ കാത്തിരിക്കാനും സമരം ഒത്തുതീർക്കാൻ സജീവമായി ഇടപെടാനും യോഗത്തിൽ തീരുമാനമായി. ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രധാനമന്ത്രി വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്തത്. സമവായ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി നൽകിയത്. രാജിവെച്ചെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നാണ് BJP വാദം. പ്രധാന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കുകയാണ് നേതാക്കൾ. മന്ത്രാലയങ്ങളിൽ ഇനി മുതൽ പ്രധാനമന്ത്രിയുടെ ശക്തമായ നിരീക്ഷണമുണ്ടാകും. വിമർശനങ്ങൾക്കുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് മന്ത്രിമാർക്ക് BJP ഉടൻ നിർദ്ദേശവും നൽകും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം BJPക്കും RSSനും ഏറെ പ്രധാനപ്പെട്ടതാണ്. RSSന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചു തന്നെയാണ് കർണാടകയിൽ നിന്നുള്ള പ്രഹ്ലാദ് ജോഷിയെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി മോദി നിയമിച്ചത്. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.